ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൊവിഷൻസ് ആണല്ലോ, ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിലെ? ബാങ്കിങ് ആക്റ്റിലെ. ഓക്കെ, ബാങ്കിങ് ആക്ട് 1949 സം ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജിനെ പറ്റിയിട്ടാണ്. ഇത് ഈ പ്രൊവിഷൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാങ്കിങ് ആക്റ്റിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ബാങ്കിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ബാങ്ക് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജിനെ പറ്റിയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ സെക്ഷൻ 13 ഓക്കെ. ഇങ്ങനെ ഈ സെക്ഷനൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ എന്താണ് അതിൽ പറയുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാങ്കും, മനസ്സിലായല്ലോ, ഒരു ബാങ്കും നോ ബാങ്ക് ക്യാൻ ആക്സെപ്റ്റ് ഓർ ഷോൾ പേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കമ്മീഷൻസ്, ബ്രോക്കറേജ്, ഡിസ്കൗണ്ട്, റെമ്യൂണറേഷൻ. ഇങ്ങനത്തെ കമ്മീഷനോ ബ്രോക്കറേജോ, കമ്മീഷൻ, ബ്രോക്കറേജ്, അതുപോലെ എന്താണ് ഡിസ്കൗണ്ട് ഓർ റെമ്യൂണറേഷൻ, എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും സ്വീകരിക്കാനോ കൊടുക്കാനോ പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നോക്കൂ, ഇത്ര ഐറ്റംസ്, കമ്മീഷൻസ്, ബ്രോക്കറേജ്, ഡിസ്കൗണ്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ ഒരു ബാങ്കും കമ്മീഷൻസ്, ബ്രോക്കറേജിലൊന്നും ഇടപെടാൻ ഒന്നും അയക്കുന്നില്ല, എന്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തത് ഡിവിഡൻ്റാണ്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞു. അടുത്തൊരു പോർഷൻ എന്താണ്, ഡിവിഡൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിവിഡൻറ്റ് എന്താ നമുക്കറിയാം, എന്താണ്, ലാഭവിഹിതം കൊടുക്കലാണ്, ശരിയല്ലേ? അപ്പോൾ അണ്ടർ സെക്ഷൻ 15 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോ ബാങ്ക് ക്യാൻ പേ ഡിവിഡൻറ്റ്. ഒരു ബാങ്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടില്ല. എത്ര വരെ? ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസ് ഹാവിൻ കംപ്ലീറ്റഡ് റൈറ്റ് ഓഫ്. ഈ ക്യാപിറ്റലൈസ് ചെയ്യുന്ന എക്സ്പെൻസസ്, ക്യാപിറ്റൽ എക്സ്പെൻസസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓരോ ബാങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻസസ് ഉണ്ടാവും, മനസ്സിലായല്ലോ. ഈ ക്യാപിറ്റൽ എക്സ്പെൻസ് ഓരോ ഇയറും ഉണ്ടാവും, ഇയർലി ഉണ്ടാവുന്ന സംഭവമാണ്, മനസ്സിലായല്ലോ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അത് പൂർണ്ണമായിട്ടും റൈറ്റ് ഓഫ് ചെയ്യാതെ, മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒരു 10,000 രൂപ ഉണ്ടായി നിൽക്കും ഒരു ബാങ്കിങ്ങിന്, പക്ഷെ എന്തുണ്ട്, അവിടെ ക്യാപിറ്റൽ എക്സ്പെൻസസ് ആയിട്ട് ഒരു 5,000 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ 5,000 റൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത് തീർത്തിട്ട്, ഈ പ്രോഫിറ്റിൽ നിന്ന് കൊടുത്ത് തീർത്തതിൻ്റെ ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി 5,000 നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻസസ്. ഇതിന് എല്ലാ എക്സ്പെൻസസും പെടും കേട്ടോ. അതിൽ ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ഇതിൽ വരും. പ്രിലിമിനറി എക്സ്പെൻസസ്, അതുപോലെ എന്താണ്, ഓർഗനൈസേഷൻ എക്സ്പെൻസസ്, പിന്നെന്താണ്, അതുപോലെ ഷെയർ സെല്ലിംഗ് കമ്മീഷന്, ബ്രോക്കറേജ്, എമൗണ്ട് ഓഫ് ലോസസ് ഇൻകേർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്. ഇതൊക്കെയാണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻസസിൽ വരുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ബ്രോക്കറേജും കമ്മീഷനൊന്നും വാങ്ങാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇവിടെ അത് എക്സ്പെൻസസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ എന്തിൻ്റെയാണെന്ന് മനസ്സിലാക്കണം, സ്വന്തം ആ ബാങ്കിങ്ങിൻ്റെ ഷെയറിൻ്റെ ആണെന്ന് മനസ്സിലാക്കണം. ആ കൺസേൺഡ് ബാങ്കിൻ്റെ ഷെയർസിൻ്റെ കമ്മീഷനും ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. ബ്രോക്കറേജൊക്കെ അതിൻ്റെ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഡിവിഡൻറ്റ് എന്നുള്ള പാർട്ടിൽ വരുന്നത്. ഓക്കെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിപ്രീസിയേഷൻ, ഇപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്.
ക്യാപിറ്റൽ എക്സ്പെൻസസ് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെയാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, ആദ്യം റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അതെന്തൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിപ്രീസിയേഷനാണ്. ഇഫ് എനി ഇൻ ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ ബാങ്കിങ്ങിന് ചില സെക്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്. ബാങ്കിങ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. മനസ്സിലായല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലല്ല കേട്ടോ. RBI ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് നടത്തിയ അതിൻ്റെ ഡിപ്രീസിയേഷൻ, ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണ്ട, നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഡിവിഡൻഡ് കൊടുക്കാൻ. പിന്നെ അടുത്തെന്താണ്, അടുത്തൊരു ഡിപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് in any case where adequate provision for depreciation has been made to the satisfaction of its auditors. അപ്പോൾ ഇത് RBI പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിന് പുറമെ എന്തെങ്കിലും ഷെയർസോ അല്ലെങ്കിൽ ബോണ്ട്സോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനി, ഓക്കെ, അതൊക്കെ അലൗഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറ്റില്ല ബാങ്കിന്. പക്ഷെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രൊവിഷൻസ് ഫോർ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നീക്കിയിരിപ്പ് നടത്തുക ഡിപ്രീസിയേഷൻക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് ഡിപ്രീസിയേഷൻ ഒരു 10,000 വരുന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പ്രക്രിയ, അതാണ് എന്ത്, ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? പിന്നെ എന്താണ്, ബാഡ് ഡെപ്റ്റ്. മൂന്നാമത്തെ ഒന്ന് നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞത് ബാഡ് ഡെപ്റ്റുകളാണ്, കിട്ടാക്കടങ്ങൾ. ഇപ്പോൾ ലോൺ കൊടുത്ത് മുങ്ങിയതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യണ്ട, ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പിന്നെ ഇപ്പോൾ ഡിവിഡൻറ്റിൻ്റെ സെക്ഷൻ 15 എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ പോയിൻ്റ് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സാണ്. ഇതൊക്കെ നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ PGക്ക് പഠിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചാപ്റ്ററായിട്ടല്ല, ഇതിനി വേറെ പല ഘട്ടങ്ങളിൽ നിങ്ങൾ പഠിക്കാനുള്ള സംഭവങ്ങളാണ്. അങ്ങനെയല്ലോ. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ബാങ്കും, ഇപ്പം ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു, നമ്മളെ ബാങ്ക് അമേരിക്കൻ ബാങ്ക്സൊക്കെ പൊട്ടാൻ കാരണം എന്തായിരുന്നു, അവിടെ റിസർവ്സും ഇതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് അടിസ്ഥാനം, ഒരു ബാങ്കിൻ്റെ അടിസ്ഥാനം നമ്മൾ ഡോക്ടർ മൻമോഹൻ സിംഗ് മുതൽ അയാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബാങ്കിങ്ങിനെ ഇത്രയും സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? അങ്ങേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 1990 കാലഘട്ടങ്ങളിൽ 83 മുതൽ 90 വരെ അയാളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ ബാങ്കിങ്ങിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ബാങ്ക് തുടങ്ങണമെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് എന്ത് വേണം, ഇത് വേണം, എന്ത് റിസർവ്സ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടാകുന്നതോട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ ബാങ്കിങ്ങിൻ്റെ അടിത്തറ എന്താവും, സ്ട്രോങ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലുള്ളത്. എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ അത് പറഞ്ഞാൽ കുറേ കൂടിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. അണ്ടർ സെക്ഷൻ 17 കേട്ടോ ഇതുള്ളത്. വീഡിയോ ആയതുകൊണ്ട് എല്ലാം കൂടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയ്ക്ക് പറയാം. 8 മിനിറ്റ്.